ഹലോ ഫ്രണ്ട്സ്, ഞാൻ ആക്ച്വലി ഇന്ന് എറണാകുളം കോട്ടയം യാത്രയിലാണ്. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് ബോറടിച്ചപ്പം വെറുതെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. ഏതായാലും നമ്മൾ EV ആണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പം EVയെ സംബന്ധിച്ചുള്ള നമുക്കറിയാവുന്ന ചെറിയ ചെറിയ അറിവുകൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ബേസിക്കലി നമ്മളുടെ EV ഇലക്ട്രിക് വണ്ടികൾ ശരിക്കും എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആണോ എന്നുള്ളൊരു ചോദ്യം പണ്ട് മുതലേ ഉള്ളതാണ്. അത് ചിലർ പറയും വെറുതെ ഇലക്ട്രിക് വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മളൊരു സൈഡിൽ കൂടെ നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ സേവ് ചെയ്യുന്നു അതെല്ലാം വേറൊരു സൈഡിൽ കൂടെ അത് എൻവയോൺമെൻറ്റിനെ നമുക്ക് ദോഷകരമായിട്ട് ബാധിക്കുന്നു എന്നൊക്കെയാണ് പലരും പറയുന്നത്. അപ്പം ഞാനതിനെക്കുറിച്ച് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് വണ്ടികളും സാധാരണ നോർമൽ ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിനുള്ള വണ്ടികളും, അതായത് പണ്ട് പെട്രോളും ഡീസൽ വണ്ടികളും, ഈ ഇലക്ട്രിക് വണ്ടികളുടെ പൊല്യൂഷൻ കുറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എൻജിനില്ല, പുകയൊന്നും പുറത്തോട്ട് പോകുന്നില്ല. അപ്പോൾ റണ്ണിങ്ങിൽ 0 കാർബണാണ് എമിറ്റ് ചെയ്യുന്നത്. അപ്പം ആ ഒരു രീതിയിൽ നോക്കുവാണെങ്കിൽ നമുക്ക് പൊല്യൂഷൻ തീരെയില്ല. പക്ഷേ നമ്മുടെ ഇലക്ട്രിക് വണ്ടികളുടെ ബേസിക്കലി EV ബാറ്ററീസ് മേക്ക് ചെയ്യുമ്പോൾ, അതായത് മെയിനായിട്ടുള്ള EV എന്ന് പറഞ്ഞാൽ ലിഥിയം, കൊബാൾട്ട്, അതൊക്കെയാണ് നമ്മളുടെ EV ബാറ്ററീസിന് വേണ്ടിയിട്ട്. അതൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ മൈൻ ചെയ്യുമ്പോഴൊക്കെ ഭയങ്കരമായിട്ടും ഈ സൾഫർ ഡയോക്സൈഡ് അതുപോലുള്ള ഗ്യാസൊക്കെ വെളിയിലേക്ക് വിടുന്നുണ്ട്. അത് ശരിക്കും നമ്മുടെ എൻവയോൺമെൻറ്റിന് ഭയങ്കര കേടാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇത് ഇങ്ങനെയുള്ള ലിഥിയവും കൊബാൾട്ടൊക്കെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുമ്പോഴും ഭയങ്കരമായിട്ടും വാട്ടർ യൂസേജും എല്ലാം വരുന്നുണ്ട്. അപ്പം ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ, അതായത് ഈ ഇലക്ട്രിക് ബാറ്ററീസ് ഉണ്ടാക്കുമ്പം നല്ലപോലെ അത് എനർജി കൺസ്യൂം ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ എൻവയോൺമെൻറ്റ് ശരിക്കും പറഞ്ഞാൽ പൊല്യൂട്ടഡ് ആവുന്നുണ്ട്. സാധാരണ ഒരു പെട്രോൾ വണ്ടി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു 3 ഇരട്ടി പൊല്യൂഷൻ വരുന്നുണ്ട് EV ബാറ്ററീസ് ഉണ്ടാക്കുമ്പോൾ തന്നെ. പക്ഷേ അത് ഒരു 1-2 വർഷം കൊണ്ട് നമ്മൾ റണ്ണിങ്ങിൽ, അതായത് ഒരു 10,000-20,000 കിലോമീറ്റർ ഓടിക്കഴിയുമ്പം ഈ ഒരു ഇത് ബാലൻസ് ആയി പോകും. അതായത് നമ്മൾ ആദ്യം പൊല്യൂട്ടഡ് ആയിട്ടുള്ളത് ഇപ്പം ഓട്ടത്തിൽ 0 പൊല്യൂഷൻ ആണല്ലോ. അപ്പോൾ അത് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് 0 ആയി പോയിട്ട് ബാക്കിയുള്ള സമയങ്ങളിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു എൻവയോൺമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ വണ്ടി യൂസ് ചെയ്യുന്നതാണ് നമുക്ക് പറയാം. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും EV വണ്ടികൾക്ക് കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള പെട്രോൾ വണ്ടികളായിട്ട് നോക്കുമ്പോൾ EV വണ്ടികൾക്ക് വെയിറ്റ് കൂടുതലാണ്. കാരണം ബാറ്ററിക്ക് നല്ല വെയിറ്റ് വരും. അപ്പം ഇങ്ങനെ വണ്ടിക്ക് ടോട്ടലി വെയിറ്റ് കൂടുമ്പം അത്രയും നമ്മുടെ ടയറിൻ്റെ യൂസേജ് കൂടും. അത്രയും വെയിറ്റ് താങ്ങുമ്പോഴേക്ക് ടയറിൻ്റെ വെയർ ആൻഡ് ടയർ ഭയങ്കരമായിട്ടും കൂടും. സാധാരണ അതാണ് പെട്രോൾ വണ്ടി അനുസരിച്ച് നോക്കുമ്പോൾ EV വണ്ടികൾക്ക് ടയർ ലൈഫ് വളരെ കുറവാണ്. അത് ഇന്നേവേ നമുക്ക് കോസ്റ്റ് ഭയങ്കരമായിട്ടും കൂടും. നമ്മളൊരു അറൗണ്ട് 30,000 അല്ലെ 40,000 അകത്ത് ചിലപ്പോൾ ബാറ്ററി മാറേണ്ടി വരും, ടയർ മാറേണ്ടി വരും. അതുമല്ല, അത് ശരിക്കും ഒരു വെയർ ആൻഡ് ടയർ ആണല്ലോ. അപ്പം അതും ശരിക്കും പറഞ്ഞാലൊരു ബെനിഫിറ്റായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ ഓൾ ടുഗദർ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ ഈ ഇലക്ട്രിക് വണ്ടികൾ നമ്മൾ ബാറ്ററിയുടെ മേക്ക് ചെയ്യുമ്പോഴുള്ള പൊല്യൂഷൻ വെച്ച് നോക്കുവാണെങ്കിൽ, ബാക്കിയുള്ള പെട്രോൾ വണ്ടികൾ ഓടുമ്പോഴുള്ള പൊല്യൂഷൻ വെച്ച് നോക്കുവാണെങ്കിൽ, കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ എന്തുകൊണ്ടും ബെനിഫിറ്റ് ഇലക്ട്രിക് വണ്ടികൾക്കാണ്. ഒരു അഡ്വാൻറ്റേജ് ഇലക്ട്രിക് വണ്ടികൾക്കുണ്ട്. പിന്നെ വേറൊരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇലക്ട്രിക് വണ്ടികൾ നമ്മൾ പെട്രോൾ അടിക്കുന്നില്ല, നമ്മൾ പൊല്യൂഷൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞാലും, നമ്മൾ ആ ഇലക്ട്രിക് വണ്ടികൾ ചാർജ് ചെയ്യുന്നത് നമ്മൾ കറണ്ട് യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ കറണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? കറണ്ട് മെയിൻലി ഉണ്ടാക്കുന്നത് ഈ കോള് കത്തിച്ചിട്ടൊക്കെയാണ്. അപ്പം ഒരു സൈഡിൽ കൂടെ
ഒരു പൊല്യൂഷൻ നടക്കുന്നുണ്ട്, നമ്മളറിയാത്ത രീതിയിലൊരു പൊല്യൂഷൻ നടക്കുന്നുണ്ട്. നമ്മളാകെ നോക്കുന്നത് നമ്മൾ എന്ത് എമിഷൻ, നമ്മുടെ വണ്ടിയിൽ എന്ത് എമിറ്റ് ചെയ്യുന്നു, അതാണ് നമ്മുടെ എൻവയോൺമെൻറ്റ് പൊല്യൂട്ട് ആകുന്നത്. പക്ഷേ നമ്മുടെ ഈ താപ നിലയങ്ങൾ, തെർമൽ പ്ലാന്റുകൾക്കൂടെ ഒക്കെ വെച്ചിട്ട് അതുപോലെ നമ്മുടെ കോൾ വെച്ചിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ EV ചാർജ് ചെയ്യുമ്പം നമ്മൾ ഒരു രീതിയിലൊരു പൊല്യൂഷൻ നടക്കുന്നുണ്ട്. പക്ഷേ നമുക്കത് വേണമെങ്കിൽ ഒഴിവാക്കണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിന്യൂവബിൾ എനർജി യൂസ് ചെയ്യുക. നമ്മൾ സോളാർ പാനൽസ് വീടുകളിൽ ഇൻസ്റ്റാൾ ചെയ്യുക. കാരണം കൂടുതലും EV വണ്ടികൾ മെയിനായിട്ടും നമ്മൾ ഒരു 70% ഓഫ് EV ചാർജിങ് എന്ന് പറയുന്നത് നമ്മളുടെ വീടുകളിലെ ചാർജിങ്ങാണ്, AC ചാർജിങ്ങാണ്. നമ്മളുടെ വീട്ടിലൊരു സോളാർ ഉണ്ടെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു സോളാറിൻ്റെ പാനലിൻ്റെ എനർജി കൊണ്ടാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊരു സോളാർ പാനലും ഒരു EV വണ്ടി ഉണ്ടെങ്കിൽ നമ്മൾ ഓൾമോസ്റ്റ് നമ്മളുടെ EV വണ്ടി എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ നമുക്കൊരു ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയുമെങ്കിലും നമ്മൾ പ്രവർത്തിക്കുന്നത് അതല്ലെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതാണ് EVയുടെ എങ്ങനെ നമുക്ക് ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നമ്മളുടെ എൻവയോൺമെൻറ്റ് എങ്ങനെ നമുക്ക് പൊല്യൂഷൻ ഫ്രീ ആയിട്ട് എങ്ങനെ നമുക്ക് സംരക്ഷിക്കാം EV വണ്ടി യൂസ് ചെയ്തെന്നുള്ളതിനുള്ളൊരു എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ഇതാണ്. അതുപോലെ തന്നെയാണ് ഈ പല ടൈപ്പ് EV ബാറ്ററീസ് ഉണ്ട്. അതായത് ലിഥിയം അയൺ ബാറ്ററി ഉണ്ട്. മെയിനായിട്ടും LFP ബാറ്ററീസ് ആണ് നമ്മുടെ ഇന്ത്യയിലെ കാലാവസ്ഥയ്ക്കും ഒക്കെ കൂടുതലും പറ്റുന്നത്. പല ടൈപ്പ് ബാറ്ററി ഉണ്ട്, LFP ഉണ്ട്, NMC ബാറ്ററീസ് ഉണ്ട്. അതുപോലെ തന്നെ പുതിയ ബാറ്ററി ടെക്നോളജീസ് വരുന്നുണ്ട്. അതായത് സോളിഡ് സ്റ്റേറ്റ് ബാറ്ററീസ്, അതുപോലെ ലിഥിയം അയൺ പോലെ തന്നെ ലിഥിയം സോഡിയം അയൺ ബാറ്ററീസ്, ഇതെല്ലാം പുതിയ ടെക്നോളജീസ് നമ്മുടെ ഇൻഡസ്ട്രിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ EVയുടെ മേലിൽ കുറേ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അത് കൂടാതെ തന്നെ LFPക്ക് തന്നെ ബ്ലേഡ് ടെക്നോളജീസ് ഉണ്ട്. അതുപോലെ ബാറ്ററി തന്നെ പല ടൈപ്പ് ഉണ്ട്. സിലിണ്ട്രിക്കൽ സെല്ലുകളുണ്ട്, അതുപോലെ പ്രിസ്മാറ്റിക് സെൽസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പല ടെർമിനോളജീസ് ഉണ്ട് EV ബാറ്ററീസിനെ കുറിച്ചിട്ട്. അത് ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇന്ത്യയിൽ കോമൺലി യൂസ് ചെയ്യുന്ന ബാറ്ററി ഇപ്പം ഓൾമോസ്റ്റ് ടാറ്റ വണ്ടികളാണെങ്കിലും മഹീന്ദ്ര ആണെങ്കിലും MG ആണെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ BYD ആണെങ്കിലും എല്ലാം ഓൾമോസ്റ്റ് ഒരു 90% ഓഫ് വണ്ടികളും LFP ബാറ്ററീസാണ് യൂസ് ചെയ്യുന്നത്. അത് LFP എന്ന് പറയുന്നത് ലിഥിയം അയൺ ഫോസ്ഫേറ്റ് ബാറ്ററിയാണ് LFP ബാറ്ററി എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഗുണം പിന്നെ മെയിനായിട്ടുള്ള 2 ബാറ്ററി LFPയും NMC ആണ്. NMC എന്ന് പറഞ്ഞാൽ നിക്കൽ മാഗ്നീഷ്യം കൊബാൾട്ട്. NMC ബാറ്ററീസ് ഈ ഹുണ്ടയുടെ വണ്ടികളൊക്കെ NMC ബാറ്ററീസാണ് യൂസ് ചെയ്യുന്നത്. അപ്പം LFPയും NMC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LFP ബാറ്ററിയുടെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അത്യാവശ്യം നല്ല കുറച്ച് കൂടിയ ടെമ്പറേച്ചർ ആണെങ്കിലും ആ ബാറ്ററി സേഫ് ആയിരിക്കും, കുറച്ചുകൂടെ ടെമ്പറേച്ചർ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നോക്കുവാണെങ്കിൽ അതിന് ചാർജിങ് സൈക്കിൾസ് കൂടുതലായിരിക്കും. ചാർജിങ് സൈക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ആവറേജ് ഒരു 1000 to 3000 അല്ലെങ്കിൽ 5000 6000 സൈക്കിൾസ് വരെ ഒരു ബാറ്ററി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ചാർജിങ് സൈക്കിൾസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി 0 to 100% ചാർജ് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് രണ്ടാമത് ചാർജ് ചെയ്യുന്നു. അങ്ങനെയാണ് ഓരോ സൈക്കിൾ 0 to 100 തന്നെയാണ് ഒരു ചാർജിങ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ നമ്മുടെ ടെമ്പറേച്ചറൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ LFP ബാറ്ററിയാണ് കൂടുതൽ ലൈഫ് കിട്ടുന്നതും കുറച്ചും കൂടെ ചാർജിങ് സൈക്കിൾസ് ബാറ്ററി ലൈഫ് കിട്ടുന്നതും അതുപോലെ തന്നെ നമുക്ക് ടെമ്പറേച്ചർ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നതും കുറച്ചുകൂടെ റിലയബിളായിട്ടുള്ള ബാറ്ററീസ് എന്ന് പറയുന്നത് LFP ബാറ്ററീസാണ്. പക്ഷേ NMC ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലപോലെ ടെമ്പറേച്ചർ കുറവാണെങ്കിലും അത് ആ ടെമ്പറേച്ചറെ കുറഞ്ഞ ടെമ്പറേച്ചർ മൈനസ് ടെമ്പറേച്ചറിലൊക്കെ ആണെങ്കിലും അത് വിസ്റ്റാൻഡ് ചെയ്ത് കൂടുതൽ പ്രീമിയം കാറുകളിലൊക്കെയാണ് NMC ബാറ്ററികൾ യൂസ് ചെയ്യുന്നത്. BMWൻ്റെയും അതുപോലെ ഹുണ്ടയുടെ വണ്ടികളെല്ലാം, കോന അതുപോലുള്ള ഇലക്ട്രിക് വണ്ടികളിലെല്ലാം ഇപ്പം വരുന്ന ക്രെറ്റ
കിയയുടെ വണ്ടികൾ, ഇതെല്ലാം NMC ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത്. അത് നല്ല പെർഫോമൻസ് ആയിരിക്കും NMC ബാറ്ററിക്ക്. അതുപോലെ ഈ എനർജി ഡെൻസിറ്റി NMC ബാറ്ററിക്കായിരിക്കും കൂടുതൽ. ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LFP ബാറ്ററിക്ക് അത്രയും സ്പേസ് കൂടുതലായിട്ട് വേണ്ടി വരും. NMC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സ്പേസ് കുറവ് മതിയായിരിക്കും. ഇപ്പോൾ ഒരു 50 kW ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്പേസിൽ അത് അത്രയും സെല്ലുകൾ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷേ LFP ബാറ്ററി ആകുമ്പോൾ കുറച്ചും കൂടെ സ്ഥലം വേണ്ടി വരും എടുക്കണമെങ്കിൽ. അതുപോലെ വെയിറ്റും എല്ലാം വരും. അപ്പം NMC ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പെർഫോമൻസ് ആയിരിക്കും. ക്രെറ്റയുടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 400 കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 380, 390 കിലോമീറ്റർ തന്നെ കിട്ടും. NMC ബാറ്ററി ആണെങ്കിൽ പക്ഷേ ഈ പറഞ്ഞ തൊട്ട് ചാർജിങ് സൈക്കിൾസ് വളരെ കുറവായിരിക്കും. മാക്സിമം ഒരു 1000-2000 ഒക്കെ ചാർജിങ് സൈക്കിൾ കിട്ടുള്ളൂ NMCക്ക്. ലൈഫ് കുറവായിരിക്കും, പക്ഷേ പെർഫോമൻസും ബാക്കി എനർജി ഡെൻസിറ്റി എല്ലാം നല്ലപോലെ കൂടുതലായിരിക്കും NMC ബാറ്ററിക്ക്. അപ്പം ഇന്ത്യയുടെ ഒരു കാലാവസ്ഥയ്ക്കും അനുസരിച്ചിട്ട് നമുക്ക് LFP ബാറ്ററിയാണ് നല്ലത്. ഈ LFP ബാറ്ററിക്കകത്ത് തന്നെ ബ്ലേഡ് ടെക്നോളജി ഉണ്ട്. BYD ഒക്കെ യൂസ് ചെയ്യുന്ന ബ്ലേഡ് ടെക്നോളജീസാണ്. BYD ആണ് ബ്ലേഡ് ടെക്നോളജി. BYD ചൈനീസ് കമ്പനിയാണ്. അവർ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് ബാറ്ററിയെ കുറിച്ച് R&D നടത്തി ഓരോരോ പുതിയ ബാറ്ററികൾ അവതരിപ്പിക്കുന്നതിൽ ചൈനയാണ് മുന്നിൽ നിൽക്കുന്നത്. അപ്പം ചൈനയുടെ തന്നെ ഒരു ടെക്നോളജിയാണ് BYD. അത് BYDയുടെ ബ്ലേഡ് ടെക്നോളജി എന്ന LFP ബാറ്ററി തന്നെ അത് കുറച്ചും കൂടെ സാധാരണ ബ്ലേഡ് സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പറയുന്നതിന് മുമ്പ് നമുക്ക് ഈ LFPയിൽ തന്നെ സിലിണ്ടറിക്കൽ സെല്ലും ഉണ്ട്, അല്ലാതെ മറ്റേ ഫ്ലാറ്റ് ആയിട്ടുള്ള സെല്ലുകളുണ്ട്. ഈ സിലിണ്ടറിക്കൽ പ്രിസ്മാറ്റിക് സെൽസും ഉണ്ട്. ഈ പഴയ ടാറ്റയുടെ വണ്ടികളിലൊക്കെ, പണ്ടത്തെ വണ്ടികളിലൊക്കെ സിലിണ്ടറിക്കൽ സെല്ലായിരുന്നു. അതായത് നമ്മൾ സാധാരണ ഒരു AA, AAA ബാറ്ററീസ് ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ റൗണ്ടിലിരിക്കുന്നത്, അങ്ങനെ ബാറ്ററി സെല്ലുകളെല്ലാം അറേഞ്ച് ചെയ്ത് സ്റ്റാക്ക് ചെയ്ത് വെക്കുന്നതിനാണ് സിലിണ്ടറിക്കൽ സെൽ എന്ന് പറയുന്നത്. പഴയ ടാറ്റയുടെ വണ്ടികളൊക്കെ കൂടുതലും സിലിണ്ടറിക്കൽ സെല്ലായിരുന്നു, ഈ നെക്സോണും അതുപോലെ പഞ്ചൊക്കെ. പിന്നെ ഇപ്പോഴത്തെ പുതിയ വണ്ടികളിലൊക്കെ പ്രിസ്മാറ്റിക് സെൽസ് ആയിരുന്നു. ഇപ്പോൾ ഈ 15 വർഷം വണ്ടിക്ക് ബാറ്ററി വാറണ്ടി കൊടുക്കുന്ന തന്നെ കൂടുതലും പ്രിസ്മാറ്റിക് സെൽസ് ഉള്ള വണ്ടികളായിരിക്കും. കാരണം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിലിണ്ടറിക്കലായിട്ടായിരിക്കത്തില്ല ബാറ്ററിയുടെ സെൽസ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്ക്വയറായിട്ട് അതായത് നമ്മുടെ വണ്ടിയുടെ ഫ്ലോറിൽ തന്നെ സ്ക്വയറായിട്ട് നമുക്ക് വെക്കുന്നത്. അപ്പം മറ്റേതിൻ്റെ അത്രയും സ്ഥലം ആവശ്യമില്ല സിലിണ്ടറിക്കൽ സെല്ലിൻ്റെ അത്രയും. അപ്പോൾ അതിനാണ് പ്രിസ്മാറ്റിക് സെൽ എന്ന് പറയുന്നത്. അപ്പം ഈ പ്രിസ്മാറ്റിക് സെല്ലിനകത്ത് തന്നെ ബ്ലേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വളരെ തിന്നായിട്ട് ഉള്ള രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് ഈ ബ്ലേഡ് ടെക്നോളജി LFPയിൽ തന്നെ. അപ്പോൾ ഈ മഹീന്ദ്രയുടെ BE6, XCV, 9e, 9S അതൊക്കെ പറഞ്ഞ വണ്ടികളെല്ലാം, അതുപോലെ തന്നെ ഈവൻ നമ്മുടെ മാരുതിയുടെ വിത്താര, അതിനെല്ലാം ഈ BYDയുടെ എല്ലാ വണ്ടികളും ഈ ബ്ലേഡ് ടെക്നോളജി വെച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ മാരുതിയും ഇവരെല്ലാം ബാറ്ററി വാങ്ങിക്കുന്നത് BYD എന്നാണ്. അപ്പോൾ അതെല്ലാം ഈ ബ്ലേഡ് വെച്ചിട്ടുള്ളതാണ്. അപ്പം അതിന് കുറച്ചുകൂടെ നല്ല പെർഫോമൻസ് ആയിരിക്കും, കുറച്ചുകൂടെ നല്ല ലൈഫ് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ഇൻഡിവിജ്വൽ സെല്ലായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. ഫുള്ളായിട്ട് ബാറ്ററി റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പോൾ ഓരോ ദിവസവും വരും തോറും ഇങ്ങനെ നമ്മൾ ടെക്നോളജീസിൽ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമുക്ക് ആദ്യമൊക്കെ 300 കിലോമീറ്റർ റേഞ്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 200 കിലോമീറ്റർ റേഞ്ച് എന്ന് പറഞ്ഞാൽ തന്നെ കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വന്ന് 500 കിലോമീറ്ററാണ്, ഒരു 400-450 കിലോമീറ്ററൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോർമലാണ് എല്ലാ വണ്ടികൾക്കും. 300 കിലോമീറ്റർ ഈവൻ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന വിൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് LFP ബാറ്ററി യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിനകത്തൊരു 320 കിലോമീറ്ററിന് കാണിക്കുമെങ്കിലും നമുക്കൊരു ഏകദേശം ഒരു 300 കിലോമീറ്റർ റേഞ്ച് കിട്ടും. ആ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 വരെ ആകുന്നുള്ള റേഞ്ചാണ്. പക്ഷേ നമ്മളിപ്പോൾ ഒരു ലോങ് യാത്ര പോവുകയാണെങ്കിൽ അത് വെച്ച് നമുക്ക് പോകാൻ പറ്റില്ല. കാരണം നമുക്കൊരു ഫോർ എക്സാമ്പിൾ ഒരു 600 കിലോമീറ്റർ 700 കിലോമീറ്റർ ട്രാവൽ ചെയ്യാനുണ്ടെങ്കിൽ നമ്മളൊന്ന് പ്ലാൻ ചെയ്തിട്ട് ഒരു 250 കിലോമീറ്റർ ആകുമ്പോഴത്തേനും നമുക്ക് ഒരു 50-60 കിലോമീറ്റർ നമുക്ക് അതായത് 20% ബാറ്ററി മിച്ചമുള്ളപ്പോൾ തന്നെ നമ്മൾ ഒരു ചാർജിങ് സ്റ്റേഷൻ കണ്ടുപിടിച്ചിട്ട് ചാർജ് ചെയ്യണം. എന്നാലേ നമുക്ക് എഫക്റ്റീവായിട്ട് നമുക്ക് ആ ഒരു ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ.
അതുപോലെ തന്നെ ഈ LFP ബാറ്ററിയും NMC ബാറ്ററിയും തമ്മിൽ ചാർജ് ചെയ്യുന്നതിനും ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. കാരണം LFP ബാറ്ററി എപ്പം ചാർജ് ചെയ്താലും 100% നമുക്ക് ചാർജ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പ്രശ്നമൊന്നും വരത്തില്ല, ബാറ്ററിക്ക് അങ്ങനെ ലൈഫിന് പ്രശ്നമൊന്നും വരില്ല. അതുമല്ല, കാരണം ഈ 100% ചാർജ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LFP ബാറ്ററിയുടെ 80% വരെ ഫുള്ള് റാപ്പിഡ് ചാർജിങ് ആണ് നടക്കുക. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ DC ചാർജിങ് ആണെങ്കിലും AC ചാർജിങ് ആണെങ്കിലും 80%ലും എല്ലാ പല സെല്ലിൻ്റെ പല ഭാഗത്തേക്കായിരിക്കും ചാർജ് കയറുക. 80 to 100% ആണ് സെൽ ബാലൻസിങ് നമുക്കുള്ള പരിപാടി നടക്കുക. അതായത് ബാക്കി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കയറിയ ചാർജുകൾ ബാക്കിയുള്ള അവസാനത്തെ 20% വെച്ചിട്ടാണ് കറക്റ്റായിട്ട് ആ സെല്ല് ഫുള്ളായിട്ട് ബാറ്ററിയുടെ ചാർജ് കയറുന്നത്. അപ്പോൾ ശരിക്കും എപ്പം വണ്ടി ചാർജ് ചെയ്യുമ്പോഴും ഫുൾ ചാർജ് ചെയ്യാനായിട്ട് ശ്രമിക്കണമെന്ന് പറയുന്നത് കമ്പനികൾ പറയുന്നതാണ് സെൽ ബാലൻസിങ് പ്രോപ്പറായിട്ട് നടക്കണം. സെൽ ബാലൻസിങ് പ്രോപ്പറായിട്ട് ആണെങ്കിൽ മാത്രമേ നമുക്ക് ബാറ്ററിക്ക് ലൈഫ് കൂടുതൽ കിട്ടും. അപ്പോൾ LFP ബാറ്ററി ഉള്ളവർ ശരിക്കും പറഞ്ഞാൽ എപ്പം ചാർജ് ചെയ്താലും 100% വണ്ടി ചാർജ് ചെയ്യുന്നതാണ് ബാറ്ററിയുടെ ലൈഫ് നല്ലത്. പക്ഷേ NMC ബാറ്ററിക്ക് അങ്ങനെയല്ല. NMC ബാറ്ററി നമ്മളിപ്പോൾ ഒരു ലോങ് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 80% ഒക്കെ, ഒരു മാക്സിമം ഒരു 80-85% ആകുമ്പോൾ നമുക്ക് ചാർജ് ചെയ്യുന്നതാണ്. 100% എപ്പോഴും ചെയ്യേണ്ട, വല്ലപ്പോഴും 100% ചെയ്യുന്നുണ്ടല്ല, ഫ്രീക്വൻ്റ് ആയിട്ട് 100% ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററിയുടെ ലൈഫിനെ അത് ബാധിക്കുന്നതാണ് പറയുന്നത് NMC ബാറ്ററിക്ക്. അതുകൊണ്ടാണ് അവർ പറയുന്നത് എസ്പെഷ്യലി ഈ DC ചാർജിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പീഡിൽ ചാർജ് ചെയ്യാമല്ലോ. AC ചാർജിങ് ചെയ്യുമ്പോൾ 100 ചാർജ് ചെയ്താൽ കുഴപ്പമില്ല, കാരണം പതുക്കെയാണ് ഇത് ചാർജ് കയറുന്നത്. എസ്പെഷ്യലി നമ്മൾ ട്രാവൽ ചെയ്യുമ്പം DC ചാർജിങ് ചെയ്യുമ്പോൾ എപ്പോഴും ബാറ്ററിയുടെ ലൈഫിന് നല്ലത് 80% ചെയ്ത് ചാർജ് ചെയ്തിട്ട് ട്രാവൽ കണ്ടിന്യൂ ചെയ്യുന്നതാണ് NMC ബാറ്ററിക്ക്. പക്ഷേ LFP ബാറ്ററിക്ക് അങ്ങനെയൊന്നുമില്ല. DC ചാർജിങ് ആണെങ്കിലും AC ചാർജിങ് ആണെങ്കിലും 100% കംപ്ലീറ്റ് ചെയ്യുന്നതാണ് നല്ലതെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇത് രണ്ടിൻ്റെ മെയിനായിട്ടുള്ള വ്യത്യാസം. അതുപോലെ തന്നെ ഉള്ളതാണ് നമ്മളിനി പുതിയ ബാറ്ററി ടെക്നോളജീസ്. ഇപ്പം സോളിഡ് സ്റ്റേറ്റ് ബാറ്ററി എല്ലായിടത്തും ചൈനയിലൊക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ സോളിഡ് സ്റ്റേറ്റ് ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴുള്ള ബാറ്ററിക്കകത്ത് ലിക്വിഡാണ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ആനോഡ് കാഥോഡ് എന്നൊക്കെ പറഞ്ഞതിനകത്ത് ലിക്വിഡാണ് യൂസ് ചെയ്യുന്നത്. അതിന് പകരം നമ്മൾ സോളിഡ് സ്റ്റേറ്റ് ആകുമ്പോൾ സോളിഡ് ആയിരിക്കും. അപ്പം ഇതിൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ എനർജി ഡെൻസിറ്റി ഭയങ്കരമായിട്ടും കൂടും. നമുക്ക് ചെറിയ പാക്കിൽ തന്നെ നല്ല പോലെ ബാറ്ററിയുടെ കപ്പാസിറ്റി കൂടും. അതുപോലെ റേഞ്ച് നല്ലപോലെ കൂടും. അതായത് ഇനി ഒരു 2 വർഷത്തിനുള്ളിൽ ഒരു 1-2 വർഷം കൊണ്ട് തന്നെ നമുക്ക് EV വണ്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 കിലോമീറ്റർ റേഞ്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ആയിട്ട് വരും. ഇപ്പോഴത്തെ ഒരു 300 കിലോമീറ്റർ കോമൺ ആയതുപോലെ തന്നെ 1-2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേ സെയിം വിലയ്ക്ക് ഒരു 1000 കിലോമീറ്റർ റേഞ്ചുള്ള വണ്ടികൾ ഇറങ്ങി തുടങ്ങും. അതുപോലെ തന്നെ ഉള്ളതാണ് വേറൊരു ഡെവലപ്മെൻ്റാണ്. ഇപ്പം ഇതെല്ലാം റേറ്റ് നല്ല കൂടുതലായിരിക്കും. ഈ സോളിഡ് സ്റ്റേറ്റ് ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആദ്യം മാനുഫാക്ചറിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നല്ലപോലെ കാശാകും. അപ്പം വണ്ടികൾക്ക് നല്ല ഇതാവും. പക്ഷേ സോഡിയം അയൺ ബാറ്ററീസ് വരുന്നുണ്ട്. അത് പക്ഷേ ഭയങ്കര ചീപ്പായിരിക്കും. സോഡിയം കുറച്ചുകൂടെ ചീപ്പാണ്. ലിഥിയം വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സോഡിയം കുറച്ചുകൂടെ ചീപ്പാണല്ലോ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അത്രയും മറ്റേതിൻ്റെ അത്രയും ഡെൻസിറ്റി ഇല്ലെങ്കിലും പക്ഷേ ചീപ്പായിരിക്കും കമ്പാരിറ്റീവ്ലി. അപ്പം ഈ സോഡിയം അയൺ ബാറ്ററി ഉള്ള വണ്ടികൾ ഇറങ്ങി തുടങ്ങുമ്പോഴേക്കും നമുക്ക് സാധാരണ നമ്മളിപ്പോൾ സാധാരണക്കാർക്ക് EVയിലേക്ക് മാറാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. അതായത് പെട്രോൾ കാറിൻ്റെ വിലയ്ക്ക് തന്നെ EV കാർ ഇറങ്ങി തുടങ്ങും. അത്യാവശ്യം റേഞ്ചും കിട്ടും, ബാറ്ററി ലൈഫും കിട്ടും. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ബാറ്ററിയുടെ വിലയും നല്ല പോലെയും, മറ്റുള്ള വില പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വണ്ടിയുടെ വിലയും കുറയും. അപ്പം സോഡിയം അയൺ ബാറ്ററികളൊക്കെ വന്നു കഴിയുമ്പോഴേക്കും ഒരു 1-2 വർഷത്തിനുള്ളിൽ നല്ല റേഞ്ചും ആയിരിക്കും, അതുപോലെ നല്ല വിലക്കുറവിൽ വണ്ടികൾ കിട്ടും. പിന്നെ ഇതിൻ്റെ എല്ലാമായിട്ട് മെയിനായിട്ടുള്ളത് BMS ആണ്. അതായത് ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ട്. ഈ ബാറ്ററി എല്ലാം കൺട്രോൾ ചെയ്യാനായിട്ടൊരു സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതും ഭയങ്കരമായിട്ടും ടെക്നോളജി അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം AI ബേസ്ഡ് BMS സിസ്റ്റം ഒക്കെയാണ് വരുന്നത്. പഴയ ടാറ്റയുടെ വണ്ടികളൊക്കെ മെയിനായിട്ടും ഈ 20% അല്ലെങ്കിൽ 25% കഴിയുമ്പോൾ ഡിമ്മെന്നും പറഞ്ഞ് ബാറ്ററിയൊക്കെ ഡിസ്ചാർജായി പോകുന്നതിൻ്റെ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നത് ഈ BMS ഒന്നും അത്ര പ്രോപ്പർ അല്ലാത്തതുകൊണ്ടാണ്. ഇപ്പം എല്ലാം AI ബേസ്ഡ് BMS ഒക്കെ വന്നു കഴിയുമ്പോൾ വളരെയധികം ഫോൾട്ടുകളെല്ലാം കുറഞ്ഞു വരും. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴും പലപ്പോഴും സംഭവിക്കാറുണ്ട്. നമ്മൾ ചില സമയത്ത് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക്
ചിലപ്പോൾ ചാർജിങ് സ്പീഡ് കുറയാറുണ്ട്, അതുപോലെ പല പല കംപ്ലൈൻറ്റുകൾ കേൾക്കാറുണ്ട്. ലിംബോർഡൊക്കെ 20%-ലൊക്കെ പെട്ടെന്ന് 20 നിന്ന് 0-ലേക്ക് സാധാരണ 60 കിലോമീറ്റർ കിട്ടിക്കൊണ്ടിരുന്ന വണ്ടിക്ക് 20 കിലോമീറ്റർ ആകുമ്പോൾ തന്നെ പെട്ടെന്ന് 0-ലേക്ക് ആകും. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിൽ ഈ BMSൻ്റെ ഒക്കെ പ്രോപ്പറായിട്ട് ഇതാകത്തുകൊണ്ടാണ്. അപ്പം അതുപോലെ തന്നെയാണ് ഒരു വേറെ EV ആയിട്ട് കണക്ട് ആയിട്ടുള്ളൊരു ടെക്നോളജിയാണ് നമ്മുടെ ഈ ചാർജിങ്ങിൻ്റെ. നമുക്കിപ്പം നമ്മുടെ ഇപ്പോൾ ഒരു വണ്ടി ഈ വിൻസർ എന്ന് പറഞ്ഞാൽ 38 കിലോവാട്ടാണ് വിൻസർ. പക്ഷേ അതിൻ്റെ ചാർജിങ് സ്പീഡ് 45 കിലോവാട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മൾ ഈ DC ചാർജ് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ പബ്ലിക് ചാർജേഴ്സ് യൂസ് ചെയ്യുമല്ലോ, ഹൈ സ്പീഡ് ചാർജേഴ്സ്, അത് ചെയ്യുമ്പോൾ നമുക്ക് പല പല ചാർജിങ് സ്റ്റേഷൻസ് കാണും. ചിലപ്പം 60 കിലോവാട്ടിൻ്റെ ചാർജിങ് സ്റ്റേഷൻ കാണും, 90 കാണും, 180 കാണും, 240 കാണും. ഇന്ത്യയിൽ ഇപ്പോൾ മാക്സിമം 180 വരെ ഉള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഈ 38 കിലോവാട്ട് നമ്മുടെ വണ്ടിയായിട്ട് അതിൻ്റെ ചാർജിങ് സ്പീഡ് ശരിക്കും 45 കിലോവാട്ടേ ഉള്ളെങ്കിൽ നമ്മൾ ഇപ്പോൾ 60 കിലോവാട്ടിലും 90 കിലോവാട്ടിലും ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. കാരണം നമുക്ക് നമ്മുടെ വണ്ടി അത് സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ ഈ പുതിയ വണ്ടികൾ വരുമ്പം, ഈവൻ പുതിയ പഞ്ച് 40 കിലോവാട്ട് വരുമ്പോൾ അതിനും 60-65 കിലോവാട്ടിൻ്റെ ചാർജിങ് സ്പീഡുണ്ട്. അതും ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു 1-2 വർഷത്തിനുള്ളിലേക്ക് ഒരു 180 ഒരു 200 കിലോവാട്ടൊക്കെ സ്പീഡ് കപ്പാസിറ്റി ഉള്ള EV വണ്ടികൾ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്പീഡിൽ ചാർജ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പം ഒരു മണിക്കൂർ 1.25 മണിക്കൂർ ഫുൾ ചാർജ് എടുക്കുന്ന സമയത്ത് ഒരു വെറും 10 മിനിറ്റ് 15 മിനിറ്റ് കൊണ്ട് ഒരു 20-80% ചാർജ് കയറുവാണെങ്കിൽ നമുക്കൊരു ചായ പോലും കുടിക്കേണ്ട സമയം എടുക്കില്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ പെട്രോൾ അടിക്കുന്നതിനെ കഴിഞ്ഞ് കുറച്ചൊരു 5 മിനിറ്റോടെ വെയിറ്റ് ചെയ്യേണ്ട സമയമുള്ളൂ. നമുക്ക് ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പോകാൻ പറ്റും. അപ്പം ഒരു വണ്ടി ചാർജ് ചെയ്യാന്നുണ്ടെങ്കിലും നമുക്ക് അധികം വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രോബ്ലി ഒരു 2 to 3 years, വിതിൻ 2 to 3 years ഇങ്ങനെയുള്ള മാറ്റങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഒന്ന്, സോഡിയം അയൺ ബാറ്ററി വന്നു കഴിഞ്ഞാൽ വണ്ടിയുടെ വില നല്ലപോലെ കുറയും. അതുപോലെ ഈ BMS ടെക്നോളജി മാറും, AI ബേസ്ഡ് BMS ഒക്കെ ആവും. വണ്ടികളുടെ ചാർജിങ്ങിൻ്റെ കപ്പാസിറ്റി ഭയങ്കരമായിട്ടും കൂടും. അപ്പോൾ നമ്മൾ മിനിമം ഒരു 10-15 മിനിറ്റിനുള്ളിൽ നമുക്ക് ഒരു 200, 250, 300 കിലോമീറ്റർ പോകാനുള്ള ചാർജ് സുഖമായിട്ട് കയറും. അപ്പോൾ നമ്മൾ അധികം വെയിറ്റ് ചെയ്യേണ്ടി വരത്തില്ല. അതുപോലെ തന്നെ ഒരു 600-700 കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞത് ഏത് നോർമൽ വണ്ടി വാങ്ങിച്ചാലും ഒരു 600 കിലോമീറ്റർ 700 കിലോമീറ്റർ ഒറ്റ ചാർജ് കിട്ടുന്ന വണ്ടിയിൽ കിട്ടും. അപ്പോൾ നമുക്ക് അധികം ഇത് യൂസ് ചെയ്യേണ്ടി വരത്തില്ല, പബ്ലിക് ചാർജസ് യൂസ് ചെയ്യേണ്ടി വരത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ EVയിൽ വരാൻ പോകുന്ന ഫ്യൂച്ചറിൽ എന്തൊക്കെയാണ് EVകളിലേക്ക് വരാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു, എനിക്ക് നെറ്റിൽ നിന്നും കുറച്ച് എക്സ്പേർട്സൊക്കെ ആയിട്ട് സംസാരിച്ചു എന്നൊക്കെ കിട്ടിയ നോളജ്. ഇതിനകത്ത് ചിലപ്പം എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ കാണാം, ക്ഷമിക്കുക. ഇതൊക്കെയാണ് ചെറിയൊരു നോളജ് ഷെയർ ചെയ്യാനുള്ളത് ഇന്ന്. അപ്പോൾ ഓക്കെ, ബൈ.